नमस्ते प्रियमित्राणि सर्वेषां रुद्रा टु स्कूल प्रति स्वागतम्। गतपाठे वयम् अन्नम् आरोग्याय इति विषयं चर्चां कृतवन्तः। अष्टमः पाठः हॉकी। हॉकी भारतस्य देशीयविनोदः। बिन्दून् योजयित्वा चित्रम् अवगच्छतु। പാഠത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം അവ്യക്തമായ ഒരു ചിത്രമാണ്. കുറച്ച് കുത്തുകളിലൂടെ അത് യോജിപ്പിക്കാനുണ്ട്. അത് യോജിപ്പിച്ചിട്ട് ബിന്ദൂൻ യോജയിത്വ, ആ കുത്തുകളെ യോജിപ്പിച്ചിട്ട് ചിത്രം അവഗച്ഛതു, ചിത്രം മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏഷഃ വിനോദഃ കഃ, ഏതാണ് ഈ കളി? ഇതരേ കായിക വിനോദാഃ കേ, ഇതരേ മറ്റുള്ള കായിക വിനോദാഃ, കായിക വിനോദങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഒരുപാട് കളികൾ അറിയാം. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോള്, ഹാൻഡ്ബോള്, ബാസ്കറ്റ് ബോള്, അല്ലെ, അങ്ങനെ ഒരുപാട് കളികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹോക്കി ക്രീഡായാം കതി ക്രീഡകാഃ സന്തി, ഹോക്കി എന്ന കളിയിൽ എത്ര കളിക്കാരാണ് ഉണ്ടാവുക? കതി, എത്ര. പ്രഥമതയാ ഒളിമ്പിക്സ് പുരസ്കാരം പ്രാപ്തഃ ഭാരതീയ കായിക വിനോദഃ കഃ, പ്രഥമതയാ ആദ്യമായിട്ട് ഒളിമ്പിക്സ് പുരസ്കാരം, ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ, പ്രാപ്തഃ ഭാരതീയ കായിക വിനോദഃ കഃ, ഭാരതീയ കായിക വിനോദം ഏതാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് ഹോക്കിയെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് നോക്കാം. ഭാരതെ അനേകേ കായിക സ്പർധാഃ സന്തി, തേഷു പ്രമുഖാഃ ഭവന്തി ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ ഇത്യാദയഃ. ഒളിമ്പിക്സ് സ്പർധായാം അസ്മാകം രാഷ്ട്രായ ഇദം പ്രഥമതയാ സുവർണപതകം ഹോക്കി ക്രീഡയാ ലബ്ധം ആസീത്. അസ്യാം ക്രീഡായാം 11 ക്രീഡകാഃ സന്തി. എന്താ അതുവരെ പറഞ്ഞത് നോക്കാം. ഭാരതേ അനേകേ കായിക സ്പർധാഃ സന്തി, ഭാരതത്തില് അനേകേ, അനേകങ്ങളായ ഒരുപാട് വിവിധ തരത്തിലുള്ള കായിക സ്പർധാഃ, കായിക വിനോദങ്ങൾ, സ്പർധാ മത്സരങ്ങൾ ഉണ്ട്. തേഷു, അവയിൽ പ്രമുഖാഃ ഭവന്തി, പ്രമുഖങ്ങളാണ്, പ്രധാനപ്പെട്ട കളികളാണ് ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ ഇത്യാദയഃ. ഒളിമ്പിക്സ് സ്പർധായാം, ഒളിമ്പിക്സില് മത്സരങ്ങളിൽ അസ്മാകം രാഷ്ട്രായ, നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ഇദം പ്രഥമതയ, ആദ്യമായിട്ട് സുവർണ പതകം, സ്വർണ്ണ മെഡൽ ഹോക്കി ക്രീഡയാ ലബ്ധമാസീത്, ഹോക്കി ക്രീഡയിലാണ് നമുക്ക് ഒളിമ്പിക്സിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കിട്ടുന്നത് നമ്മുടെ രാജ്യത്തിന്. അസ്യാം ക്രീഡായാം, ഈ ക്രീഡയിൽ, ഈ കളിയിൽ 11 ക്രീഡകാഃ, 11 11 ക്രീഡകാഃ കളിക്കാരാണ് സന്ധി ഉള്ളത്. ധ്യാൻ ചന്ദ്, സൂരജ് ലതാ ദേവി, റാണി രാംപാൽ, പി.ആർ. ശ്രീജേഷ് ഏതേ പ്രസിദ്ധാഃ ഭാരതീയ ഹോക്കി ക്രീഡകാഃ ഭവന്തി. നമുക്ക് പി.ആർ. ശ്രീജേഷ് ഒക്കെ നമ്മുടെ നാട്ടുകാരനാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ധ്യാൻ ചന്ദ്, അതുപോലെ സൂരജ് ലതാദേവി, റാണി രാംപാൽ, പി.ആർ. ശ്രീജേഷ് ഏതേ, ഇവരൊക്കെ പ്രസിദ്ധാഃ, വളരെ പ്രസിദ്ധരായ, ഭാരതത്തെ നയിച്ചിട്ടുള്ള, പല കളികളിലും ഭാരതത്തെ നയിച്ചിട്ടുള്ള ഭാരതീയ ഹോക്കി കളിക്കാരാണ്. ഒളിമ്പിക്സ് സ്പർധാസു ഹോക്കി ക്രീഡയാ ബഹുവാരം യാവത് പുരസ്കാരഃ ലബ്ധഃ ഭവതി. ഒളിമ്പിക്സിൽ ആദ്യമായി നേടിയത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഹോക്കി ക്രീഡയിലൂടെ ബഹുവാരം യാവത്, വളരെ പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം പുരസ്കാരഃ ലബ്ധഃ, സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതഃ ഭാരതേ അസ്യാഹ ക്രീഡായാഹ പ്രാധാന്യം വർദ്ധതേവ, അതഃ അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ അസ്യാഹ ക്രീഡായാഹ, ഈ കളിയുടെ പ്രാധാന്യം, പ്രധാനം, അല്ലെങ്കിൽ ഈ കളിയുടെ പ്രാധാന്യം വർദ്ധതേവ, വളരെ വലുതാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഹോക്കി ക്രീഡയെ പറ്റി ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കും. പാഠത്തിൽ ഇത്രയൊക്കെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ഹോക്കി പ്ലേയേഴ്സിനെ പറ്റിയും അതൊക്കെ ചർച്ച ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഓരോ കളിക്കാരെ കുറിച്ചും മനസ്സിലാക്കുക. വളരെ ചെറിയൊരു പാഠമാണ് ഇത്. നന്നായി വായിച്ച് വായനയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാഠം ഉപയോഗപ്പെടുത്താം. ഇനി ഈ പാഠത്തിന്റെ പദച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? പദച്ഛേദഃ ഇത്യാദയഃ ഇതി പ്ലസ് ആദയഃ, ഇത്യനേന ഇതി പ്ലസ് അനേന. വിഗ്രഹവാക്യം കൊടുത്തിരിക്കുന്നത് കായിക സ്പർദ്ധ, കായിക സംബന്ധ സ്പർദ്ധ, കായിക സംബന്ധമായ സ്പർദ്ധകൾ. കായികം എന്നതുകൊണ്ട് നമ്മുടെ ശാരീരികമായ എന്നുള്ള അർത്ഥമാണുള്ളത്. കായിക സംബന്ധിയായിട്ടുള്ള സ്പർദ്ധകൾ, മത്സരങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആ വിഗ്രഹവാക്യത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ പാഠം ഒന്നുകൂടി വായിക്കാം. അഷ്ടമഹാപാഠഃ ഹോക്കി. ബിന്ദൂൻ യോജയിത്വാ ചിത്രം അവഗച്ഛതു. ഏഷഃ വിനോദഃ കഃ? ഇതരേ കായിക വിനോദാഃ കേ? ഹോക്കി ക്രീഡായാം കതി ക്രീഡകാः സന്തി? പ്രഥമതയാ ഒളിമ്പിക്സ് പുരസ്കാരം പ്രാപ്തः ഭാരതീയ കായിക വിനോദः കः? ഭാരते अनेके कायिक स्पर्धाः सन्ति. तेषु प्रमुखाः भवन्ति हॉकी, क्रिकेट, फुटबॉल, वॉलीबॉल इत्यादयः. ओलिम्पिक्स् स्पर्धायाम् अस्माकं राष्ट्राय इदं प्रथमतया सुवर्णपदकं हॉकी क्रीडया लब्धम् आसीत्. अस्यां क्रीडायाम् 11 क्रीडकाः सन्ति. ध्यानचंद, सूरज लतादेवी, रानी रामपाल, PR श्रीजेश एते प्रसिद्धाः भारतीय हॉकी क्रीडकाः भवन्ति. ओलिम्पिक्स् स्पर्धासु हॉकी क्रीडया बहुवारं यावत् पुरस्कारः लब्धः भवति. अतः भारते अस्याः क्रीडायाः प्राधान्यं वर्धते एव. ഇനി ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. ക്രീഡകാനാം നാമാനി തേഷാം കായിക വിനോദാഞ്ച യഥോചിതം യോജയതു. ഒന്നാമത്തെ പ്രവർത്തനം ക്രീഡകാനാം നാമാനി. അവിടെ കുറച്ച് കളിക്കാരുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അവരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ കളികൾ ഏതാണെന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരെ അല്ല കൊടുത്തിട്ടുള്ളത്. ആ കളിക്കാരുടെ ചിത്രങ്ങളിലേക്ക് നമ്മൾ അവ യോജിപ്പിക്കുകയാണ് വേണ്ടത്. ക്രീഡകാനാം നാമാനി തേഷാം കായിക വിനോദാഞ്ച യഥോചിതം യോജയതു. ഒന്നാമത്തെ ആള് നമുക്കറിയാം, ഫുട്ബോൾ കളിക്കാരനായ, ലോക ഫുട്ബോൾ കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്തത് PV സിന്ധു, അനന്തരം സച്ചിൻ ടെണ്ടുൽക്കർ, അനന്തരം ടോം ജോസ്, അനന്തരം മാനുവൽ ഫ്രെഡറിക്. ഇത്രയും ആൾക്കാരുടെയാണ് ചിത്രങ്ങൾ അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ പേരുകൾ തന്നിട്ടുള്ളത്, ഒന്നാമത്തെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ, ചിത്രത്തിലേക്ക് യോജിപ്പിക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ, PV സിന്ധു, മാനുവൽ ഫ്രെഡറിക്, ടോം ജോസ്. ഇത് ചിത്രത്തിന് നേരെ ഈ പേരുകൾ യോജിപ്പിക്കുക. ഇനി അവരുടെ കളികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാഡ്മിന്റൺ ആരാണ് ഇതിലെ ബാഡ്മിന്റൺ പ്ലെയർ എന്ന് നമുക്കറിയാം, അറിയാത്തവര് കണ്ടുപിടിക്കുക. അടുത്തത് ക്രിക്കറ്റ്, അടുത്തത് ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ. ഇത്രയുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതില് ഈ PV സിന്ധു, റൊണാൾഡോ, സച്ചിൻ ഇവരൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട കളിക്കാരാണ്, വളരെ അടുത്തറിയാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായി ഉണ്ടാവുക മുൻ കളിക്കാരായിട്ടുള്ള മാനുവൽ ഫ്രെഡറിക്കിനെയും ടോം ജോസിനെയുമാണ്. മാനുവൽ ഫ്രെഡറിക് കേരളത്തിന്റെ ഹോക്കി കളിക്കാരനായിരുന്നു. അതുപോലെ ടോം ജോസ് വോളിബോൾ കളിക്കാരനാണ്. ബാക്കി കളികളുടെയും പേരുകളുടെയും ചിത്രങ്ങളുമായിട്ട് പേരുകളെയും നിങ്ങൾ ചിത്രങ്ങളുമായി യോജിപ്പിക്കുക. ഇനി അടുത്ത പ്രവർത്തനം പറയുന്നത് ഉചിതം ആശയം സ്വീകൃത്യ പേടികാം പൂരയതു. ഉചിതമായ ആശയം എടുത്തിട്ട് ഈ കോളങ്ങൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ നടുവില് ആരോഗ്യായ എന്ന് കാണാം, നടുക്കുള്ള ആ വൃത്തത്തില്. പിന്നെ ചുറ്റുമുള്ള ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കണം. ശുചിത്വം എന്നും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത് എന്ന് നമുക്ക് നോക്കാം.
ശുചിത്വം, അമിതം ഭക്ഷണം, ക്രീഡ, ആലസ്യം, ശുദ്ധജലം, സ്നാനം, മലിനജലം, മിതം ഭക്ഷണം, മലിനവായു, വ്യായാമ. അപ്പൊ ആരോഗ്യായ എന്തൊക്കെയാണ്, ആരോഗ്യത്തിന് ഇതിൽ ഏതൊക്കെയാണ് വേണ്ട ഉചിതമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ ശുചിത്വം അവിടെ ഉദാഹരണമായി തന്നിട്ടുണ്ട്, അതിന് നമ്മൾ ചെയ്യേണ്ടതില്ല. ഇനിയുള്ളത് ഏതൊക്കെയാണ് ഇവിടെ ചേരുക? അമിതം ഭക്ഷണം, ആരോഗ്യായ സമ്യക് വാ ചിന്തയതു പൂരയതു. ക്രീഡ, ആരോഗ്യായ അപേക്ഷിതം വാ നവ. ആലസ്യം, ആലസ്യം ഇത്യുക്തെ മടി, ആലസ്യം. ശുദ്ധജലം, സ്നാനം, മലിനജലം, മിതം ഭക്ഷണം, മലിനവായു, വ്യായാമ. ഇതിലേതൊക്കെയാണ് ആരോഗ്യത്തിന് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ച് ആ കോളങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക. അടുത്തത് ചിത്രം നിരീക്ഷ്യ കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ പൂരയതു. ചിത്രം നോക്കിയിട്ട് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അവിടെ കുറച്ച് ആൾക്കാർ ഫുട്ബോൾ ഹാൻഡ്ബോൾ കളിക്കുന്നത് നമുക്ക് കാണാം. ക്രീഡകാഹ ഡാഷ് സന്തി. ക്രീഡകാഹ കളിക്കാരുണ്ട്. എവിടെയാണ്? ക്രീഡാങ്കണേ, ക്രീഡാങ്കണസ്യ. ഏതാണ് ശരിയായ ഉത്തരം? ക്രീഡാങ്കണേ, ക്രീഡാങ്കണത്തിൽ, ക്രീഡാങ്കണസ്യ, ക്രീഡാങ്കണത്തിന്റെ. അപ്പൊ ഏതാണ് അവിടെ ശരിയായ ഉത്തരം? അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ക്രീഡകാഹ ക്രീഡാങ്കണേ സന്ധി. ഈ ഉദാഹരണം പോലെ തന്നെയാണ് ഇനി അടുത്ത ചിത്രങ്ങൾ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. കന്തു, അവിടെ ഒരാള് ഹെഡ് ചെയ്യുന്നത് കാണാം അല്ലെ, ഫുട്ബോൾ ഉപയോഗിച്ച്. അപ്പൊ കന്തുകഹ ഡാഷ് അസ്തി മസ്തകസ്യ മസ്തകേ. എവിടെയാ ഫുട്ബോൾ ഉള്ളത്? കന്തുകഹ, കന്തുകഹ മസ്തകേ അസ്തി. ഉത്തരം കന്തുകഹ മസ്തകേ അസ്തി. അതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് ജാവലിൻ. ഒരാൾ ജാവലിൻ ത്രോ നടത്താൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പൊ ജാവലിൻ ഡാഷ് അസ്തി. ജാവലിൻ എവിടെയാണുള്ളത്? ഹസ്തേ ഹസ്തസ്യ. ഉത്തരം ഹസ്തേ. ജാവലിൻ ഹസ്തേ അസ്തി. അതായത് ഈ സപ്തമി വിഭക്തിയാണ്, അതിൽ എന്നർത്ഥം. കൈ, ഹസ്തേ കയ്യിൽ, മസ്തകേ തലയിൽ. ഇനി നൗക ക്രീഡകാഹ ഡാഷ് സന്ധി. നൗക തോണി, വള്ളം കളിക്കാർ. വള്ളം കളിക്കാര് എവിടെയാണുള്ളത്? നൗകാ ക്രീഡകാഹ ഉടുപസ്യ ഉടുപേ. ഉത്തരം ഉടുപേ. തോണിയിലാണ്, വള്ളത്തിലാണുള്ളത് അല്ലെ. വള്ളം കളിക്കാർ വള്ളത്തിലാണുള്ളത്. അപ്പൊ നൗകാ ക്രീഡകാഹ ഉടുപേ സന്ധി. ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് സംഖ്യാനുസാരം ലക്ഷ്യം പ്രാപ്നോതു. ഹോക്കി സ്റ്റിക്കും ബോളും ഒരു സ്ഥലത്തുണ്ട്, നമ്മുടെ ഗോൾ പോസ്റ്റ് വേറൊരു സ്ഥലത്താണ് ഉള്ളത് അല്ലെ. അപ്പൊ സംഖ്യകളിലൂടെ സഞ്ചരിച്ച് ആ ഗോൾ പോസ്റ്റിലേക്ക് എത്തുകയാണ് വേണ്ടത്. സംഖ്യകളിലൂടെ അവിടെ എല്ലാ സംഖ്യകളിലൂടെയും നമ്മൾ സഞ്ചരിക്കണം. എങ്ങനെയാണ്? ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷഡ്, സപ്ത, അഷ്ട, നവ, ദശ, ഏകാദശ, ദ്വാദശ, ത്രയോദശ, ചതുർദശ, പഞ്ചദശ, ഷോഡശ, സപ്തദശ, അഷ്ടാദശ, നവദശ, വിംശതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗോൾ പോസ്റ്റിൽ എത്തുക. അപ്പൊ സംഖ്യകളിലൂടെ അത് ചിത്രം വരച്ച് അതിനെ നമ്മൾ ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കുക. ഇനി ദൂരവാണ്യാം റിക്തസംഖ്യ യഥാക്രമം പൂരയതു. നമ്മുടെ പഴയ ടെലിഫോൺ ഡയലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഡയലില് എന്തില്ല, ചില സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. 0 മുതൽ 9 വരെയാണ് സംഖ്യകൾ ഉള്ളത്. അതിൽ ചില സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. ശൂന്യം അസ്തി, ഏകം അസ്തി, അതിൻ്റെ ഇടയിൽ സംഖ്യയില്ല. ത്രീണി അതിൻ്റെ ഇടയിലില്ല. പഞ്ച പിന്നെ ഇല്ല. പിന്നെ സപ്ത, പിന്നെ നവ. അപ്പൊ അതിൻ്റെ ഇടയിൽ പോയ സംഖ്യകൾ നമ്മൾ സംസ്കൃത അക്കത്തില് പൂരിപ്പിക്കുക. ഇനി സൂചനാനുസാരം അധോദത്താനാം ക്രീഡക വസ്ത്രാണാം വർണ്ണം കരോതു. സൂചന പോലെ താഴെ കൊടുത്തിരിക്കുന്ന ക്രീഡക വസ്ത്രം, അതായത് ജേഴ്സി അല്ലെ, ജേഴ്സിക്ക് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ ജേഴ്സിക്ക് നമ്പറുകളുണ്ട് അല്ലെ. ഏകമുണ്ട്, ത്രീണിയുണ്ട്, സപ്തയുണ്ട്, ദശ, ഷഡ്, നവ, ഇത്രയും സംഖ്യകളിൽ അവിടെ ജേഴ്സികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള്
യഥാക്രമം സംഖ്യ അനുസരിച്ച് എന്ത് വേണം, ഈ ജേഴ്സിയുടെ നമ്പറുകൾ അനുസരിച്ച് നമ്മൾ കളർ കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ കളർ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ദശ നീലവർണ്ണ. ദശ എന്ന് എഴുതിയെടുത്ത് 10 എന്ന് എഴുതിയെടുത്ത് നീലവർണ്ണയാണ്, നീല കളറാണ്. ത്രീണി എന്ന് എഴുതിയെടുത്ത് 3 എന്ന് എഴുതിയെടുത്ത് ഹരിതവർണ്ണ, പച്ച കളറാണ് കൊടുക്കേണ്ടത് അല്ലെ. സപ്ത എന്ന് എഴുതിയെടുത്താണ് മഞ്ഞ കളർ കൊടുക്കേണ്ടത്, പീതവർണ്ണ. നവ എന്ന് എഴുതിയെടുത്ത് രക്തവർണ്ണ, ചുവപ്പാണ് കൊടുക്കേണ്ടത്. അപ്പോ 1 എന്ന് എഴുതിയെടുത്ത് ശ്യാമവർണ്ണ, കറുപ്പാണ് കൊടുക്കേണ്ടത്. ഷഡ് 6 എന്ന് എഴുതിയെടുത്ത് ശ്വേതവർണ്ണ, വെള്ള നിറമാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിറങ്ങളുടെ പേരുകൾ ഒന്നുകൂടി പറയാം. നീലഹ നീലവർണ്ണ, നീല കളറ്. ഹരിതഹ പച്ച, പീതഹ മഞ്ഞ, രക്തഹ ചുവപ്പ്, ശ്യാമഹ കറുപ്പ്, ശ്വേതഹ അല്ലെങ്കിൽ ധവളവർണ്ണ എന്നൊക്കെ പറഞ്ഞാൽ വെളുപ്പ്. അപ്പൊ ഈ നമ്പറിനനുസരിച്ച് കളറുകൾ കൊടുക്കുക, ജേഴ്സിക്ക് കളർ ചെയ്യാം. ഇത്രയുമാണ് ഇവിടുത്തെ പഠന പ്രവർത്തനങ്ങളുള്ളത്. ഇനി അധികദാഹാംശാഹ എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കായിക വിനോദാൻ ക്രീഡകാൻ ച വിവിച്ച അലിഖത്. കായിക വിനോദങ്ങളെയും ക്രീഡകളെയും നമ്മൾ വേർതിരിച്ചെഴുതി അല്ലെ, അവരുടെ ഫോട്ടോയിലേക്ക് നമ്മൾ യോജിപ്പിച്ചെഴുതി. ആരോഗ്യ സുസ്ഥിതേഹേ ആവശ്യകതാം അവാഗച്ഛത് അവതച്ച. ആരോഗ്യ സുസ്ഥിതിയുടെ ആവശ്യകത, നമ്മുടെ ശരീരം ആരോഗ്യപൂർണമായി ഇരിക്കേണ്ടതിന്റെ ആവശ്യകതയെ നമ്മൾ മനസ്സിലാക്കി അത് പറയുകയും ചെയ്തു. ഇനി വിഭക്തി ഉപയോഗിച്ച വാക്യം അലിഖത്. സപ്തമി വിഭക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സെന്റൻസ് എഴുതി. സംഖ്യാഹ അഗണയത് അലിഖത്. സംഖ്യ 20 വരെ സംഖ്യകൾ നമ്മൾ എണ്ണി, അതുപോലെ ചില സംഖ്യകൾ നമ്മൾ എഴുതി, ചില നിറങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഇനി ഇതിലെ അനുബന്ധമായി കൊടുത്തിരിക്കുന്നത് സംഖ്യാഹ, സംഖ്യകളാണ്. 1 മുതൽ 20 വരെ അവിടെ അക്കത്തിലും അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചും എഴുതിയും പരിശീലിക്കുക. ഇനി അസ് ധാതുവിന്റെ പരസ്മൈപതിയിൽ 8 രൂപങ്ങളാണ്. അസ് എന്നാൽ ഭവതി എന്നർത്ഥം വരുന്ന, അസ്ഥി എന്നർത്ഥം വരുന്ന ധാതുവാണ്. ആകുന്നു നമ്മൾ ഇംഗ്ലീഷിൽ ഈസ്, ആർ എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ധാതുവാണ്. അവിടെ പ്രഥമപുരുഷ, മധ്യമപുരുഷ, ഉത്തമപുരുഷ രൂപങ്ങളാണുള്ളത്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ 9 രൂപങ്ങളും കൊടുത്തിട്ടുണ്ട്. പ്രഥമപുരുഷ രൂപം അസ്തി, സ്തഹ, സന്തി. മധ്യമപുരുഷ രൂപം അസി, സ്തഹ, സ്ത. ഉത്തമപുരുഷനിൽ അസ്മി, സ്വഹ, സ്മഹ. അടുത്തത് ആകാരാന്ത സ്ത്രീലിംഗ ക്രീഡാശബ്ദ. ആകാരാന്തത്തിൽ വരുന്ന സ്ത്രീലിംഗ ക്രീഡാശബ്ദമാണ്. നമ്മൾ മുൻപും ആകാരാന്ത ശബ്ദങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ 7 വിഭക്തിയിലുമുള്ള രൂപങ്ങളെ പരിചയപ്പെടാം. ക്രീഡ എന്നാൽ എങ്ങനെയാണ്? പ്രഥമ വിഭക്തിയിലെ ഏകവചനം ക്രീഡ, ദ്വിവചനം ക്രീഡേ, ബഹുവചനം ക്രീഡാഹ, കളികൾ എന്നർത്ഥം. സംബോധന പ്രഥമയിൽ ഹേ ക്രീഡേ, ഹേ ക്രീഡേ, ഹേ ക്രീഡാഹ. ദ്വിതീയ ക്രീഡാം, ക്രീഡേ, ക്രീഡാഹ. തൃതീയ ക്രീഡയാ, ക്രീഡാഭ്യാം, ക്രീഡാഭിഃ. ചതുർത്ഥി ക്രീഡായൈ, ക്രീഡാഭ്യാം, ക്രീഡാഭ്യഃ. പഞ്ചമി ക്രീഡായാഹ, ക്രീഡാഭ്യാം, ക്രീഡാഭ്യഃ. ഷഷ്ടി ക്രീഡായാഹ, ക്രീഡയോഃ, ക്രീഡാനാം. സപ്തമി ക്രീഡായാം, ക്രീഡയോഃ, ക്രീഡാസു. ഇങ്ങനെയാണ് രൂപങ്ങൾ വരുന്നത്. എല്ലാ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾക്കും ഇതേ രൂപത്തിലാണ് 7 വിഭക്തിയിലുള്ള രൂപങ്ങൾ ഉണ്ടായിരിക്കുക. ഇനി അമരകോശത്തിലെ ഏതൊക്കെ വാക്കുകളാണ് പരിചയപ്പെടുത്തുന്നത് നോക്കാം. ആരോഗ്യം, പ്രമുഖ, ക്രീഡ. ആരോഗ്യം എന്ന പദത്തിന് സമാനമായ പദങ്ങള് അനാമയം സ്യാദ് ആരോഗ്യം. അനാമയം ആണ് ആരോഗ്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അനാമയം സ്യാദ് ആരോഗ്യം. അവിടെ ആരോഗ്യം എന്നതിന്റെ 2 പദങ്ങൾ മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. അനാമയം, ആരോഗ്യം. ഇനി പ്രമുഖ. പ്രമുഖ എന്ന് പറഞ്ഞാൽ പ്രധാന എന്നുള്ള അർത്ഥത്തില്. പ്രമുഖ ക്ലീബേ പ്രധാനം. നപുംസകലിംഗത്തിൽ പ്രധാനം എന്ന അർത്ഥത്തിൽ ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. പ്രമുഖ പ്രവേകാനുത്തമോത്തമാഹ മുഖ്യവര്യവരേണ്യാശ്ച.
പ്രമുഖ പ്രവേകാനുത്തമോത്തമാഹ മുഖ്യവര്യവരേണ്യാശ്ച. എന്തൊക്കെയാണ് വാക്കുകൾ നോക്കാം. പ്രധാനം, പ്രമുഖ, പ്രവേക, അനുത്തമ, ഉത്തമ, മുഖ്യ, വര്യ, വരേണ്യ. ഇതൊക്കെ പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖ, പ്രധാനി എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സംസ്കൃത പദങ്ങളാണ്. ഇനി ക്രീഡ എന്നുള്ള പദത്തിന് ക്രീഡാ ഖേലാച്ച നർമ്മച. ക്രീഡാ ഖേലാച്ച നർമ്മച. ക്രീഡ, ഖേല, നർമ്മ ഈ 3 പദങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ഇനി ശബ്ദകോശ എന്ന് കാണാം. അവിടെ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. അന്തിമ പ്രവർത്തനം. ക്രിക്കറ്റ് ക്രീഡക മഹേന്ദ്ര സിംഗ് ധോണി ലോകെ പ്രസിദ്ധ ഖലു. മഹോദയസ്യ ജീവനമധികൃത്യ MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി ഇതി നാമകം ചലച്ചിത്രം അസ്തി. ഏതാദൃശാനി ചലച്ചിത്രാണി വിജ്ഞാനപ്രദായകാനി ഉല്ലാസദായകാനി ച ഭവന്തി. സംഘശഃ ചർച്ചാം കരോതു. MS ധോണിയുടെ ഒരു ചിത്രം അവിടെ കാണാം. ചില സൂചനകളും അവിടെയുണ്ട്. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ക്രിക്കറ്റ് ക്രീഡക മഹേന്ദ്ര സിംഗ് ധോണി ലോകെ പ്രസിദ്ധ ഖലു. ക്രിക്കറ്റ് കളിക്കാരനായ മഹേന്ദ്ര സിംഗ് ധോണി ലോകത്തിൽ പ്രസിദ്ധനാണ്. മഹോദയസ്യ ജീവനം അധികൃത്യ. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി ഇതി നാമകം ഇങ്ങനെ പേരുള്ള MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പേരായ ചലച്ചിത്രമസ്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ചലച്ചിത്രമുണ്ട്, സിനിമയുണ്ട്. ഏതാദൃശാനി ചലച്ചിത്രാണ്. ഇങ്ങനെയുള്ള ചലച്ചിത്രങ്ങൾ വിജ്ഞാനപ്രദായകാനി നമുക്ക് കുറെ അറിവുകൾ തരുന്നവയാണ്. ഉല്ലാസദായകാനി അതുപോലെ തന്നെ ഉല്ലാസവും തരുന്നതാണ്, വിനോദം തരുന്നതാണ്. സംഘശഃ ചർച്ചാം കരോതു. നിങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സൂചനകൾ തന്നിട്ടുണ്ട്. വിജ്ഞാനപ്രദായകാനി, മനോരഞ്ജകാനി, ജനപ്രിയാണി, ചിന്തോദീപകാനി, മൂല്യദായകാനി. ചലച്ചിത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ചലച്ചിത്രങ്ങള് വിജ്ഞാനപ്രദായകങ്ങളായ ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണ്? മനോരഞ്ജകങ്ങളായിട്ടുള്ള നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങള്. ജനപ്രിയങ്ങളായിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ചിന്തോദീപകാനി നമ്മുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങള്. മൂല്യദായകാനി നമുക്ക് വളരെ നല്ല ഗുഡ് മെസ്സേജസ് തരുന്ന ചലച്ചിത്രങ്ങൾ. ഇവയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. അപ്പൊ അടുത്ത പാഠം ചിലപ്പോൾ ചലച്ചിത്രത്തെ കുറിച്ചാവാം. അപ്പോൾ അടുത്ത പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ചർച്ചകൾ നല്ല ആരോഗ്യകരമായ ചർച്ചകൾ ക്ലാസ്സുകളിൽ നടത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു പാഠവുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്തേ, ധന്യവാദഃ, പുനർമിലാമഃ, വന്ദേ സംസ്കൃതമാതരം.